400 പാർ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിൽ എൻഡിഎ മുന്നണി 280 സീറ്റ്, ഭൂരിപക്ഷത്തെക്കാൾ 8 സീറ്റ് അധികമുണ്ട്. പക്ഷേ എപ്പോഴും കളം മാറാറുള്ള അങ്കിൾ അവിടെ ഉണ്ട്, ചന്ദ്രബാബു നായിഡു ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും ആർക്കും കളം മാറാൻ തോന്നാം. BJP നിലവിൽ 242 സീറ്റിൽ കേവല ഭൂരിപക്ഷത്തെക്കാൾ 30 സീറ്റ് പിറകിലാണ്. BJP എന്നുള്ള കൗതുകകരമായ കാര്യം അവിടെ നിൽക്കുന്നു. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് കൗതുകകരമായ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. ഈ സീറ്റ് നമ്പറിൽ ചെറിയ മാറ്റം മറിച്ചിലുകൾ വരാം. ഉത്തർപ്രദേശ് അത്ഭുതം പ്രവർത്തിച്ചു. ബംഗാളിൽ മമതാ ബാനർജിയും. ചാലക്കുടിയിൽ UDF ലീഡ് 36,000 കടന്നു. ചാലക്കുടിയുടെ ചങ്ങാതി ബെന്നി ബെഹനാൻ തന്നെ ഉറപ്പിക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,32,000 വോട്ടിന് ബെന്നി ബെഹനാൻ ജയിച്ച മണ്ഡലത്തിൽ അത്രയും വോട്ട് ലീഡ് കണ്ടാൽ പോരാ എന്ന് പറഞ്ഞത് വളരെ കറക്റ്റാണ്. നേരത്തെ ഇത്തവണ അവിടെ നടക്കുന്ന മത്സരം എന്ന് പറയുന്നത് സകല സാമുദായിക സമവാക്യങ്ങളും സകല രാഷ്ട്രീയ സമവാക്യങ്ങളും കൊണ്ട് കുഴഞ്ഞു മറിഞ്ഞ ഒരു പരീക്ഷണമാണ്. അതിൽ നിന്നാണ് ഇത് കൊയ്തെടുക്കുന്നത്. തിരുവനന്തപുരത്ത് എന്തുകൊണ്ടാണ് ലീഡ് നില മാറാത്തത്? എത്രയോ നേരമായി 11,950 നിൽക്കുന്നു. പ്രശാന്ത് കൃഷ്ണ അതിന്റെ വിവരങ്ങൾ നൽകണം. വടകര ഇതാ 1 ലക്ഷത്തിലേക്ക് പോവും. 72,569 വോട്ടുകൾക്ക് വടരേന്റെ ഷാഫി എന്നാണ് ഷാഫി പറമ്പിലിനെ അവിടെ എല്ലാ പോസ്റ്ററിലും വിശേഷിപ്പിച്ചിരുന്നത്. ഷാഫി പറമ്പിൽ 72,569 വടകരയുടെ 48,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആ ലീഡിൽ ഇപ്പോൾ മുന്നേറുന്ന KC വേണുഗോപാൽ മുന്നേറുമ്പോൾ ആലപ്പുഴ കൗതുകകരമായ ഒരു കണക്ക് കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ വോട്ടുകൾ അവിടെ 2.25 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു. ഞെട്ടിച്ചിലെ ഒരു സമയത്ത് ലീഡെടുത്ത് 360 വോട്ടുകൾക്കാണെങ്കിലും ലീഡെടുത്ത് ഞെട്ടിച്ചു. ആറ്റിങ്ങൽ 1987 വോട്ടുകളുടെ ലീഡെടുത്തിട്ടുണ്ട് UDF സ്ഥാനാർത്ഥി. 4,70,000 വോട്ടുകളാണ് എണ്ണി തീർന്നിട്ടുള്ളത്. 5,15,000 വോട്ടുകൾ കൂടി ഇനിയിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം മറികടക്കും. ഉണ്ണിത്താൻ 30,012. ഉണ്ണിത്താൻ 30,012 എന്ന് പറയുമ്പോൾ കയ്യൂര്, കരിവെള്ളൂര്, ചീമേനി, മുനയംകുന്ന് ഇതൊക്കെയുള്ള CPM രക്തസാക്ഷി ഭൂമികയിൽ ഇതാ കൊല്ലത്ത് നിന്ന് പോയ ഉണ്ണിത്താൻ വെന്നിക്കൊടി പാറിക്കുന്നു. തുടർച്ചയായ രണ്ടാം തവണ തേജസ്വിനി പുഴയുടെ തീരത്തേക്ക് വേണാട്ടിൽ നിന്നും കടന്നു ചെല്ലുന്ന ഉണ്ണിച്ച കാസർഗോഡിന്റെ സ്വന്തം ആളായി മാറിയെന്ന് ഒരു വട്ടം കൂടി തെളിയിക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിയോ? കാസർഗോട്ടും കണ്ണൂരും ഭൂമിയുടെ നിറം ചോപ്പാണ്, ചെമ്മണ്ണാണ്. പക്ഷെ അവിടെ ചെങ്കുടി പാറുന്നില്ല. അതാണ് തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. കണ്ണൂരിലും കാസർഗോട്ടും UDF സ്ഥാനാർത്ഥികൾ ഇങ്ങനെ കുതിച്ച് കയറുകയാണ്. കണ്ണൂരിൽ K സുധാകരൻ 72,000ത്തിലേക്ക്, കാസർഗോട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ 35,000 കിടക്കുന്നു. പകരം രാജ്മോഹൻ ഉണ്ണിത്താൻ മാത്രം രണ്ടാമതുമെന്നത് അടിവരയിട്ട് തെളിയുകയാണ്. 35,000 വോട്ടിന്റെ ലീഡ് നില സ്വന്തമാക്കുകയാണ്.